നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരി തെങ്ങണയിൽ വൈദ്യുതാഘാതമേറ്റ യുവാക്കൾക്ക് രക്ഷകനായി പാമ്പാടി താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർ. തെങ്ങണ ജംഗ്ഷനിലെ റിലയൻസ് ട്രാൻസ് വസ്ത്രവ്യാപാരശാലയിൽ പരസ്യ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതിനിടയിൽ ബോർഡ് ഇലക്ട്രിക്കൽ ലൈനിൽ തട്ടിയുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കാണ് പാമ്പാടി താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർ അഭിലാഷ് രക്ഷകനായത്. സ്വകാര്യ പരസ്യ സ്ഥാപനത്തിലെ ജീവനക്കാരായ തിരുവനന്തപുരം സ്വദേശികളായ ജിത്തു, രാജേഷ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 സംഭവം. ബോർഡ് സ്ഥാപിക്കുന്നതിനു വേണ്ടി കരാർ ഏറ്റെടുത്ത ഏജൻസിയുടെ ജീവനക്കാർ തെങ്ങണായിൽ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ബോർഡ് ഫ്ലക്സ് അഴിച്ച് പുതിയത് ഒട്ടിക്കുന്നതിന് സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തെങ്ങണ സെക്ഷനിലെ കണ്ടത്തിൽ ട്രാൻസ്ഫോമറിന്റെ സംരക്ഷണ വേലിയിൽ കയറി നിൽക്കുകയായിരുന്നു. ഈ സമയം ബോർഡ് ഉറപ്പിച്ചു നിർത്തിയിരുന്ന ഇരുമ്പ് കമ്പി 11 kV ലൈനിന്റെ കണക്ഷൻ പോയിന്റിൽ സ്പർശിക്കുകയും ബോർഡിൽ പിടിച്ചുകൊണ്ട് ഫ്ലക്സ് ഒട്ടിക്കുകയായിരുന്ന 2 തൊഴിലാളികൾ ഷോക്കിട്ട് തെറിച്ചു വീഴുകയുമായിരുന്നു. ഒരാൾ സംരക്ഷണ വേലിക്കുള്ളിലും മറ്റൊരാൾ പുറത്തേക്കുമാണ് വീണത്. ഷോക്കേറ്റതിന്റെ ആഘാതത്തിൽ ഒരു തൊഴിലാളി അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ഈ സമയം സമീപത്തുണ്ടായിരുന്ന പാമ്പാടി താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർ അഭിലാഷ് ഓടിയെത്തുകയും CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ചികിത്സ നൽകി സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളിയെ ഈ സമയം ഇതുവഴി വന്ന പാമ്പാടി ഫയർഫോഴ്സ് വാഹനത്തിലെ ഉദ്യോഗസ്ഥർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റ രാജേഷിന് സാരമായ പൊള്ളൽ ഏറ്റിട്ടുണ്ട്. ഞാൻ ഉച്ച കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ നാടായ സ്ഥലത്ത് തെങ്ങണ ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് ഈ അപകടം. ഒരു ചോറൂണ് കഴിഞ്ഞാൽ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഇവിടെ തന്നെ ഒരു വിസിലടിക്കുന്ന സൗണ്ട് പോലെ കേട്ടു. അവർ രണ്ടുപേര് തെറിച്ച് പോകുന്നതാണ്. ഒരാൾ ഈ വേലിക്കെട്ട്, ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റും ഒരു വേലിക്കെട്ടിൻ്റെ അകത്ത് ഒരാൾ വീണു, കുടുങ്ങിക്കിടന്നു. ഒരാൾ തെറിച്ച് വീണു, പുറത്തേക്ക് വീണു. ആ പുറത്തേക്ക് വീണ ആൾ പിന്നെ കുറേ നേരം നോക്കി ഞങ്ങളെല്ലാം നിന്നിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അന്നത്തെ ഒരു രീതിയിൽ പറ്റിയില്ല. പക്ഷേ പെടുന്നതിന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വൈദ്യുതി ഇല്ലയെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞാൻ കോളറിനെ പിടിച്ച് മാറ്റി കിടത്തിയതിന് ശേഷം CPR സ്റ്റാർട്ട് ചെയ്തു. CPR സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ നേരം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം വീണു. പിന്നെ അദ്ദേഹം വലിയ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് അകത്ത് കിടക്കുന്ന ആളെ എടുക്കുവാൻ വേണ്ടി വലിയ പ്രയാസമായിരുന്നു. അപ്പം അങ്ങനെ നിന്നപ്പോൾ ഞാൻ വെളിയിൽ നോക്കുമ്പം പാമ്പാടി ഫയർഫോഴ്സിൻ്റെ ജീപ്പ് അതിൽ വരുന്നതാണ്. ഇവിടുന്ന് ഞാൻ നടുക്കിൽ നിന്ന് കൈ കാണിച്ചത് നിർത്തിയതിന് ശേഷം അത് ആ ഓഫീസറോട് കാര്യം പറഞ്ഞ ഓഫീസർ പെട്ടെന്ന് ചാടി ആ വേലിക്കെട്ടിൻ്റെ അകത്ത് കയറി അത് സപ്ലൈ ഓഫ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെയും പുറത്തെടുത്തു. അവർ തന്നെ അവരുടെ ജീപ്പിൽ മെഡിക്കൽ കോളേജ് ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രി എത്തിച്ചു. അവിടുന്ന് അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിലേക്ക് ചെയ്തു. ഈ നമ്മൾ CPR കൊടുത്ത ആൾ അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICU കഴിയുക. ഇതാണ് ഉണ്ടായ ഒരു സംഭവം. നിങ്ങളുടെ ഈ ജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതാണല്ലോ. പ്രത്യേക ട്രെയിനിങ്ങുകൾ കിട്ടാറുണ്ടോ? ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പാമ്പാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് എല്ലാം നല്ല രീതിയിൽ കട്ട സപ്പോർട്ടാണ്. നമുക്ക് എന്ത് കാര്യങ്ങളും ഏത് വിധേനയും നമുക്ക് അവരെ സമീപിക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ഒരു സുഹൃത്തെന്ന രീതിയിൽ നമ്മളോടെല്ലാം പറഞ്ഞു തരികയും അവിടുത്തെ സിസ്റ്റേഴ്സ് ആണേലും മറ്റ് സ്റ്റാഫുകളാണേലും എല്ലാം നല്ല ഒരു സഹകരണ മനോഭാവത്തോടുകൂടി നമുക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും തരും. അത് ചെയ്യാനുള്ള ഇതൊക്കെ കാണിച്ചു തരും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്തു. ഒരു മാസം മുമ്പ് മറ്റൊരു ജീവനെ കൂടെ സാക്ഷ്യം വഹിച്ചല്ലോ. അത് മണർകാട് വെച്ച് ഒരു യുവതി പ്രസവിച്ചത് വണ്ടിക്കകത്ത്. നമ്മുടെ വണ്ടിയാണിത്, ALS ആണ്. ഇതിൽ ICU ആംബുലൻസ് ആണ്. ഇതിൽ അത്യാവശ്യം എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് മണർകാട് വെച്ച് നമ്മൾ അന്നേരത്തെ അതും ഇതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ അവിടെ നിന്ന് ലാസ്റ്റ് പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ വണ്ടിയിൽ കിടന്നു തന്നെയാണ് അവർ പ്രസവിച്ചത്. ഫുൾ നെയിം എന്തായാലും? എൻ്റെ പേര് അഭിലാഷ് NS. വീട് തെങ്ങണ.